ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടെറിഫയർ 3 എന്ന സിനിമയുടെ എക്സ്പ്ലനേഷൻ ആണ്. ടെറിഫയർ 1ഉം 2ഉം ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ഇവളുടെ പേരാണ് ജുവൽ. അവളുടെ അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് അച്ഛനോടും അമ്മയോടുമായി പറയുകയാണ് നമ്മളുടെ വീടിൻ്റെ മേൽക്കൂരയിൽ ആരോ ഉണ്ട് എന്ന്. എന്നാൽ കുഞ്ഞ് സ്വപ്നം കണ്ടതാകും എന്ന് വിചാരിക്കുന്ന അമ്മ കുട്ടിയോട് ഉറങ്ങാനായി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ജുവൽ അമ്മയോടായി പറയുകയാണ്, ഞാൻ സ്വപ്നം കണ്ടതല്ല, ശരിക്കും ഞാൻ എന്തോ ശബ്ദം കേട്ടു എന്ന്. അത് ഏതെങ്കിലും മൃഗങ്ങൾ ആകുമെന്ന് അമ്മ പറയുകയാണ്. അപ്പോൾ ജുവൽ ഉറപ്പിച്ചു പറയുകയാണ് താൻ അവിടെ ഒരു സാന്റാക്ലോസിനെ കണ്ടു എന്ന്. അങ്ങനെ അമ്മ നേരെ താഴെ പോയി അവിടെയെല്ലാം പരിശോധിക്കുകയാണ്. അവിടെ ജുവൽ സാന്റാക്ലോസിന് കൊടുക്കാനായി വെച്ചിരുന്ന മിൽക്കും കുക്കീസുമെല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. തിരികെ റൂമിലേക്ക് പോകുകയായിരുന്ന അമ്മ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് മുൻവശത്തെ വാതിൽ പൂട്ടിയിട്ടില്ല. ആ ഡോറിലാണെങ്കിൽ ഒരു ചെറിയ ബാഗ് കൂടി തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ അമ്മ ഡോർ വന്ന് അടയ്ക്കുകയാണ്. ശേഷം അമ്മ അവരുടെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് മുൻവശത്തെ ഡോർ പൂട്ടാത്തതിന് ഭർത്താവിന് ചീത്ത പറയുകയാണ് അവൾ. ഇതിനിടയിൽ ജുവല്ലാണെങ്കിൽ വേറെ എന്തോ ശബ്ദം കേട്ട് വീണ്ടും താഴേക്ക് വന്ന് നോക്കുകയാണ്. അപ്പോൾ അവൾ അവിടെ ഒരു നിഴൽ കാണുകയാണ്. ഇതിനെപ്പറ്റി പറയാനായി അവൾ അവളുടെ സഹോദരൻ്റെ റൂമിലേക്ക് പോവുകയാണ്. എന്നാൽ അവളുടെ സഹോദരൻ നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ വീണ്ടും ജുവൽ താഴേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവൾ അവിടെ നോക്കുകയാണ്. അപ്പോഴാണ് അവൾ ഒരു സാന്റാക്ലോസിനെ കാണുന്നത്. ഈ സമയത്ത് സാന്റാക്ലോസ് തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു കോടാലി എടുത്ത് ജുവലിൻ്റെ സഹോദരൻ കിടന്നുറങ്ങുന്ന റൂമിലേക്ക് പോവുകയാണ്. ജുവലാണ് വരുന്നത് എന്നാണ് അവളുടെ സഹോദരൻ വിചാരിച്ചത്. തൻ്റെ റൂമിലേക്ക് കടന്നു വന്നത് ജുവൽ അല്ല മറ്റാരോ ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ സാന്റാക്ലോസ് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവനെ വെട്ടി ചിന്ന ഭിന്നമാക്കുകയാണ്. തൻ്റെ സഹോദരൻ്റെ നിലവിളി കേട്ട് ആകെ പകച്ചു നിൽക്കുകയാണ് ജുവൽ. പിന്നീട് സാന്റാക്ലോസ് പോകുന്നത് ജുവലിൻ്റെ പാരൻസിൻ്റെ റൂമിലേക്കാണ്. അവിടെ ചെന്ന സാന്റാക്ലോസ് ജുവലിൻ്റെ ഫാദറിനെ തന്നെ കൊലപ്പെടുത്തുകയാണ്. ഈ സമയത്ത് ജുവലിൻ്റെ അമ്മ ഞെട്ടി ഉണരുകയാണ്. അവൾ ഉണർന്ന പാടെ കാണുന്നത് തൻ്റെ ഭർത്താവിനെ വെട്ടി കൊല്ലുന്ന സാന്റാക്ലോസിനെയാണ്. ഈ ഒരു കൊടൂര സീൻ കണ്ട അവൾ പേടിച്ചു പോകുന്നു. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ആ റൂമിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. അവൾ നേരെ പോയത് ജുവലിൻ്റെ റൂമിലേക്കാണ്. ജുവൽ അവിടെയില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ ആകെ പകച്ചുപോയി നിൽക്കുകയാണ്. ഈ സമയം സാന്റാക്ലോസ് റൂമിൻ്റെ വെളിയിൽ വന്ന് തൻ്റെ കോടാലി വെച്ച് ആ റൂമിൻ്റെ വാതിൽ തല്ലിപ്പൊളിക്കുകയാണ്. എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെട്ട് ജുവലിൻ്റെ അമ്മ ഇറങ്ങി ഓടുകയാണ്. പിന്നീട് അവർ ചെല്ലുന്നത് തൻ്റെ മകൻ്റെ റൂമിലേക്കാണ്. എന്നാൽ അവിടെ ചെന്ന് അവൾ കാണുന്നത് ജീവനറ്റ് കിടക്കുന്ന തൻ്റെ മകനെയാണ്. ഇത് കണ്ടതും അവൾ അലറി കരയുകയാണ്. വീണ്ടും ആ അമ്മ രക്ഷപ്പെടാനായി താഴത്തെ ഡോറിന്റെ അരികിലേക്ക് ഓടുകയാണ്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ അവനുമുണ്ടായിരുന്നു. അതെ, സാന്റയുടെ വേഷത്തിലെത്തിയ സൈക്കോ ക്ലൗൺ. അവൻ അവളെയും പിടികൂടുകയാണ്. എന്നിട്ട് എല്ലാവരെയും ചെയ്തതുപോലെ അവളുടെ ശരീരവും കഷ്ണങ്ങളാക്കി വെട്ടിക്കൊല്ലുന്നു. അങ്ങനെ അവളും മരിച്ചിരിക്കുന്നു. അതിനുശേഷം ക്ലൗൺ അടുക്കളയിലേക്ക് ചെന്ന് അവിടെ സാന്റാക്ലോസിന് വേണ്ടി ജുവൽ കരുതി വെച്ചിരുന്ന ഫുഡെല്ലാം എടുത്ത് കഴിക്കുകയാണ്. ഈ സമയത്താണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ക്ലൗൺ പോവുകയാണ്. അടുക്കളയിലെ ഷെൽഫിൽ നിന്നുമാണ് സൗണ്ട് കേട്ടത് എന്ന് ക്ലൗൺ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവൻ ആ ഷെൽഫ് തുറന്നു നോക്കുകയാണ്. അങ്ങനെ അടുക്കളയിൽ ഒളിച്ചിരുന്ന ജുവലിനെ അവൻ കാണുകയാണ്. കണ്ടപാടെ അവൻ പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ജുവലിനെയും അവൻ തന്റെ കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് 5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. അന്ന് ഒരു പോലീസുകാരൻ തല വെട്ടിയെടുത്ത രീതിയിലുള്ള ക്ലൗണിന്റെ ശരീരം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ആ പോലീസുകാരൻ ചുറ്റിലും സെർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സെർച്ചിങ് എല്ലാം കഴിഞ്ഞു വന്ന് ക്ലൗണിനെ നോക്കുമ്പോഴാണ് ക്ലൗണിന്റെ ശരീരം അവിടെ കാണുന്നില്ല. ഈ സമയത്ത് ആ പോലീസുകാരന്റെ ബാക്കിലൂടെ വന്ന് തലയില്ലാത്ത ക്ലൗൺ അയാളെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇതേ സമയം പോലീസുകാരൻ തന്റെ തോക്കെടുത്ത് ക്ലൗണിനെ വെടിവെച്ചു. എങ്കിലും ക്ലൗണിന് ഒരു ചുക്കും പറ്റിയില്ല. അങ്ങനെ ക്ലൗൺ ആ പോലീസുകാരനെ കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം ക്ലൗൺ നേരെ ഒരു ട്രെയിനിൽ പോയി കയറുകയാണ്. എന്നിട്ട് ആ പോലീസുകാരന്റെ തല തന്റെ തലയില്ലാത്ത ശരീരത്തിൽ വച്ച് പിടിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് തൻ്റെ കൊളീഗിൻ്റെ നിലവിളി ശബ്ദം കേൾക്കുകയാണ്. എന്നിട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അയാൾ ഓടിച്ചെല്ലുന്നു. അവിടെ ചെന്നതും അയാൾ കാണുന്നത് തൻ്റെ കൊളീഗിൻ്റെ ശരീരം വിക്ടോറിയയും ക്ലൗണിൻ്റെ തലയും കൂടി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അയാൾ ആകെ പേടിച്ചു പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. അയാളുടെ പിന്നിലായി ക്ലൗണിൻ്റെ തലയില്ലാത്ത ശരീരം വന്ന് നിൽക്കുകയാണ്. ക്ലൗണും വിക്ടോറിയയും കൂടി അയാളെ അവിടെ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. പിന്നീട് വിക്ടോറിയയും ക്ലൗണും ഒരു മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് ഹാലോവിൻ ഡേ ആയതുകൊണ്ട് ക്ലൗണിന്റെ അതേ കോസ്റ്റ്യൂമിൽ ഒരാൾ ട്രെയിനിലേക്ക് കയറി വരുന്നത്. അയാൾ
ക്ലൗണിനെയും വിക്ടോറിയയും നോക്കി കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട് എന്നും ആ ചോന്ന പെയിന്റ് അടിപൊളിയായിട്ടുണ്ട് എന്നും പറയുകയാണ്. ഇതെല്ലാം മേക്കപ്പ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അയാൾ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കുകയാണ്. എന്നാൽ നമ്മുടെ ക്ലൗണും വിക്ടോറിയയും കൂടി അയാളെയും കൊന്ന് വലിച്ചെറിയുകയാണ്. അതിനുശേഷം സൈക്കോ ക്ലൗണും വിക്ടോറിയയും കൂടി അവരുടെ ഒളിത്താവളത്തിൽ എത്തുകയാണ്. ഈ സമയം വിക്ടോറിയയുടെ കയ്യിൽ ആ ട്രെയിനിൽ കണ്ട മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന ഹോൺ ഉണ്ടായിരുന്നു. പിന്നീട് വിക്ടോറിയ തന്റെ മുഖം കണ്ണാടിയിൽ നോക്കുകയാണ്. അപ്പോഴാണ് അവളുടെ മുഖം അവൾ ശ്രദ്ധിക്കുന്നത്. അത് വളരെ വിരൂപമായിരിക്കുന്നു. അത് കണ്ടതും അവൾ തന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആ കണ്ണാടിയിലേക്ക് തല കൊണ്ട് ഇടിക്കുകയാണ്. ഇതേ സമയം സൈക്കോ ക്ലൗൺ അവിടെ ഇരിക്കുന്ന കസാരയിലിരുന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. വിക്ടോറിയ ആണെങ്കിൽ പൊട്ടിയ കണ്ണാടിച്ചില്ലിൽ നിന്നും ഒന്നെടുത്ത് അവളുടെ കൈയിന്റെ ഞരമ്പ് തന്നെ മുറിക്കുകയാണ്. എന്നിട്ട് ഇരുവരും 5 വർഷം നീണ്ടു നിൽക്കുന്ന ഗാഠനിദ്രയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് 5 വർഷത്തിന് ശേഷം ഇപ്പോഴത്തെ കാലഘട്ടം കാണിക്കുകയാണ്. ഇന്നേ ദിവസം തന്നെയാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമായ സിയാന, കഥയിലെ നായിക, മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും റിലീസ് ആവുകയാണ്. സിയാന അവിടെ നിന്നും തന്റെ ആന്റിയായ ഗ്രേസിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഗ്രേസ് തന്റെ ഭർത്താവിനും മകളായ സാവിക്കും ഒപ്പമാണ് താമസിക്കുന്നത്. അങ്ങനെ ആന്റിയുടെ വീട്ടിലെത്തുന്ന സിയാനയെ സാവി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഇനി ഇവിടെ നിന്നും എങ്ങോട്ടും പോകരുത് എന്ന് സിയാനയോട് പറയുകയാണ്. സിയാന ഇല്ല എന്ന് അവൾക്ക് മറുപടി കൊടുക്കുന്നു. കാരണം സിയാനയെ സാവിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് സിയാനയ്ക്കും. അതിനുശേഷം സിയാന തന്റെ ആന്റിയായ ഗ്രേസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഗ്രേസും സിയാനയെ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം സാവി സിയാനയ്ക്ക് അവളുടെ മുറി കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. സിയാനയ്ക്ക് ഇഷ്ടപ്പെടും വിധം സാവി ആ റൂം അലങ്കരിച്ചു വെച്ചിരുന്നു. അങ്ങനെ സിയാന സാവിയോട് പറയുകയാണ് ഈ റൂം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുന്നു. പിന്നീട് കാണിക്കുന്നത് രണ്ടുപേർ ക്ലൗണിന്റെ ഒളിത്താവളത്തിലേക്ക് എത്തുകയാണ്. ആ വീട് വിൽക്കുന്നതിന് മുന്നായി ആ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ടുപേർ അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവർ അതിന്റെ ഉള്ളിൽ കയറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എലികളെ കണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഞെട്ടുകയാണ്. അപ്പോൾ മറ്റേയാൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ വീടിന്റെ ചരിത്രങ്ങളെല്ലാം തന്നെ. 90 കാലഘട്ടത്തിൽ ഒരു സൈക്കോ ഒരുപാട് കുട്ടികളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയിരുന്നു. എന്നിട്ട് അവരുടെ എല്ലാ മൃതദേഹങ്ങൾ ഈ വീടിന്റെ ബേസ്മെന്റിലാണ് അടക്കം ചെയ്തിരുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ ഇല്ലാത്ത കഥകളാണ് എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിക്കൊപ്പം ഇരിക്കുന്ന സിയാനയാണ്. സിയാനയുടെ കയ്യിൽ തന്റെ അച്ഛനോടൊപ്പമുള്ള ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോ കിട്ടുകയാണ്. ചിത്രകാരനായ തന്റെ അച്ഛൻ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. തനിക്ക് ഒരു ചിത്രം വരച്ചു നൽകാമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് അച്ഛൻ പറയുമായിരുന്നു. ഈ ഒരു സമയത്താണ് സാവി സിയാനയുടെ ഡയറി എടുത്ത് വായിക്കുന്നത് കാണുന്നത്. അപ്പോൾ സിയാന സാവിയെ വിലക്കുകയാണ് തന്റെ ഡയറി മേലാൽ വായിക്കരുത് എന്ന്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ വീട് വൃത്തിയാക്കാൻ വന്ന 2 പേരെയാണ്. അവർ ആ വീട് മൊത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിലൊരാൾ ഒരു കാര്യം കാണുന്നത്. മാറാല കൊണ്ട് മൂടിയിരിക്കുന്ന രീതിയിൽ കസാരയിൽ ഇരിക്കുന്ന ക്ലൗണിനെ. ഇതേ സമയം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരനും മറ്റൊരു കാര്യം കാണുകയാണ്. ഒരു കറുത്ത ദ്രാവകത്തിൽ ബാത്ത് ടബിൽ മുങ്ങിക്കിടക്കുന്ന വിക്ടോറിയയെ. അങ്ങനെ അയാൾ വിക്ടോറിയയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് വിക്ടോറിയ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത്. ഇത് കാണുന്ന അയാളുടെ കിളി പറന്നു പോവുകയാണ്. അങ്ങനെ വിക്ടോറിയ തന്റെ കയ്യിലുണ്ടായിരുന്ന കണ്ണാടിച്ചില് കൊണ്ട് അയാളെ കുത്തി കൊലപ്പെടുത്തുകയാണ്. ഇതേ സമയം തന്നെ മറ്റേ ജോലിക്കാരനെ ക്ലൗണും അവിടെ കൊന്നു കഴിഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വിക്ടോറിയ വരികയാണ്. അങ്ങനെ 5 വർഷത്തിന് ശേഷമുള്ള കൊലപാതക പരമ്പരയ്ക്ക് അവർ തുടക്കമിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുന്നു. പിന്നീട് കാണിക്കുന്നത് സിയാനയെയാണ്. സിയാന തന്റെ ആന്റിയായ ഗ്രേസിന്റെ കൂടെ അവരുടെ ഫാമിലിക്കൊപ്പം ഇരുന്ന് തമാശയെല്ലാം പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ ഹാപ്പിയായി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് ഒരു കാര്യം തോന്നുകയാണ്. തങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാനായി തന്റെ മരിച്ചുപോയ ഫ്രണ്ട് ഡോണും അവിടെ ഇരിക്കുന്നുണ്ട് എന്ന്. അവൾ സിയാനയെ നോക്കി പറയുകയാണ് ഞാൻ മരിച്ചു പോകാൻ നീയാണ് കാരണമെന്ന്. ഇതൊക്കെ കണ്ട് സിയാന ആകെ പേടിച്ചിരിക്കുകയാണ്. സിയാനയുടെ ഇരിപ്പ് കണ്ട് ഗ്രേസ് അവളോട് ചോദിക്കുകയാണ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ സിയാന വളരെ നോർമലായി പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. എന്നിട്ട് അവൾ അവിടെ നിന്നും എണീറ്റ് അവളുടെ റൂമിലേക്ക് പോവുകയാണ്. അടുത്ത സീൻ കാണിക്കുന്നത് സിയാനയുടെ അനിയനെയാണ്. അവൻ അവന്റെ റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവിടെ അവന്റെ ഫ്രണ്ട് നിക്കിന്റെ ഗേൾ ഫ്രണ്ടായ നിയയും ഉണ്ടായിരുന്നു. അവരവിടെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫ്രണ്ടിന്റെ ലവറുമൊന്ന് പകച്ചു പോവുകയാണ്. നിയയ്ക്കാണെങ്കിൽ സിയാനയുടെ അനിയനെ കണ്ട് വളരെയധികം സന്തോഷമാകുന്നു. കാരണം സൈക്കോ ക്ലൗണിനോട് പോരാടി ജീവനോടെ വന്നിരിക്കുന്നവരിൽ ഒരാളാണ് സിയാനയുടെ അനിയൻ. അതുകൊണ്ട് തന്നെ നിയ സിയാനയുടെ അനിയനെ താൻ നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഗസ്റ്റായി വിളിക്കുകയാണ്. ഇതേ സമയം തന്നെ സിയാനയുടെ പക്കൽ നിന്നും ഒരു കോൾ സിയാനയുടെ അനിയന് വരികയാണ്. അങ്ങനെ അവർ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ്. എന്നിട്ട് സിയാന പറയുകയാണ്
ഈ വർഷത്തെ ക്രിസ്മസ് നിന്നോടൊപ്പം ആഘോഷിക്കാൻ പറ്റും എന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്ന്. എന്നിട്ട് അധികം വൈകാതെ നമുക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം സിയാന പോയി ഓക്കാനിക്കുകയാണ്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് സാവി വരികയാണ്. എന്നിട്ട് സാവി സിയാനയോടായി ചോദിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ സിയാന പറയുകയാണ്, ഇത് ഞാൻ കഴിക്കുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് എന്ന്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സൈക്കോ ക്ലൗണിനെയാണ്. അവൻ എന്തോ ഒരു ആയുധം ഇരുന്ന് ഉണ്ടാക്കുകയാണ്. ആയുധത്തിന്റെ പണി കഴിഞ്ഞതും അവൻ ആ ആയുധം ഉപയോഗിച്ച് ഒരു എലിയെ ഫ്രീസ് ആക്കുന്നു. എന്നിട്ട് അതിനെ തല്ലി ഉടച്ച് കളയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹാലോവിൻ ഡേക്കായി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാവിയെയും സിയാനയുമാണ്. അപ്പോഴാണ് സാവി സിയാനയുടെ കയ്യിലെ വലിയൊരു പാട് കാണുന്നത്. അത് എന്താണെന്ന് കൗതുകത്തോടു കൂടി അവൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സംഘർഷത്തിനിടയിൽ തനിക്ക് പറ്റിയ മുറിവിന്റെ പാടാണ് എന്ന് സിയാന സാവിക്ക് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് 2 പെൺകുട്ടികൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സാന്റാക്ലോസിനെയാണ്. അതൊരു ബാറാണ്. ആ പെൺകുട്ടികൾ സാന്റാക്ലോസിന്റെ അടുത്തു നിന്നും പോയതിനു ശേഷം സൈക്കോ ക്ലൗൺ അങ്ങോട്ടേക്ക് വരികയാണ്. സാന്റാക്ലോസിന്റെ വേഷം സൈക്കോ ക്ലൗണിന്റെ പദ്ധതിക്ക് സെറ്റാണെന്ന് അവന് തോന്നുകയാണ്. അങ്ങനെ അവന്റെ പണിയായുധങ്ങളുള്ള ആ കറുത്ത ബാഗുമായി അവൻ ആ ബാറിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ക്ലൗൺ നേരെ സാന്റാക്ലോസിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഓരോ കോമാളിത്തരങ്ങൾ കാണിക്കുകയാണ്. ക്ലൗണിന്റെ കോമാളിത്തരങ്ങൾ അവിടെയുള്ള എല്ലാവരും രസിച്ച് കാണുകയാണ്. അപ്പോഴാണ് ബാറിന്റെ ഉടമസ്ഥൻ ക്ലൗണിനോട് ഒരു കാര്യം ചോദിക്കുന്നത്, എന്താണ് നിന്റെ കറുത്ത സഞ്ചിയിൽ എന്ന്. അപ്പോൾ സൈക്കോ ക്ലൗൺ അതിൽ നിന്നും ഒരു ഹോൺ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും ഓരോ കോമാളിത്തരങ്ങൾ കാണിച്ച് ക്ലൗൺ രസിപ്പിക്കുകയാണ്. അങ്ങനെ സീൻ അവിടെ കട്ടാകുന്നു. അടുത്ത സീൻ കാണിക്കുന്നത് സിയാനയെയാണ്. അവൾ അവളുടെ ആൻറ്റിയോട് തൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവളുടെ ആൻറ്റി അവളോടായി പറയുകയാണ്, എനിക്കും നിന്റെ അമ്മയെ ഒത്തിരി മിസ് ചെയ്യാറുണ്ട് എന്ന്. ഇതേ സമയം തന്നെ ബാറിൽ കാണിക്കുകയാണ്. ക്ലൗൺ തന്റെ കോമാളിത്തരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൈക്കോ ക്ലൗണിന്റെ കോമാളിത്തരങ്ങൾ കുറച്ച് ഓവറാകുന്നു എന്ന് മനസ്സിലാക്കുന്ന ബാർ ഓണർ ആരെയും ശല്യപ്പെടുത്തരുത് എന്ന് ക്ലൗണിനോട് പറയുകയാണ്. ഇതേ സമയം തന്നെ സാന്റാക്ലോസ് ഒരു പെഗ് കൂടി ആവശ്യപ്പെടുകയാണ്. ഇതേ സമയം സൈക്കോ ക്ലൗൺ സാന്റാക്ലോസിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് തുപ്പുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ദേഹത്ത് മൂത്രവും ഒഴിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത ആർക്കാണല്ലേ ദേഷ്യം വരാത്തത്? സാന്റാക്ലോസിനും ദേഷ്യം വന്നു. അങ്ങനെ സാന്റ ക്ലൗണിനെ പിടിച്ച് അടിക്കാൻ നോക്കുകയാണ്. ഇതേ സമയം സൈക്കോ ക്ലൗൺ തന്റെ കറുത്ത സഞ്ചിയിൽ നിന്നും തോക്കെടുത്ത് ബാർ ഓണറെയും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളെയും വെടിവെച്ച് കൊല്ലുകയാണ്. വളരെയധികം പേടിച്ചു പോയ സാന്റാക്ലോസ് തന്നെ കൊല്ലരുത് എന്ന് സൈക്കോ ക്ലൗണിനോട് പറയുകയാണ്. അങ്ങനെ സൈക്കോ ക്ലൗൺ തോക്ക് കാണിച്ച് സാന്റാക്ലോസിനെ പേടിപ്പിച്ച് അയാളെ കെട്ടിയിടുകയാണ്. എന്നിട്ട് അയാളുടെ ഡ്രസ്സ് ഊരി വാങ്ങിക്കുന്നു. അതിനുശേഷം സൈക്കോ ക്ലൗൺ സാന്റാക്ലോസിന്റെ വേഷം അണിയുകയാണ്. എന്നിട്ട് അവന്റെ ആ കറുത്ത ബാഗിൽ നിന്നും താനുണ്ടാക്കിയ ആ യന്ത്രം പുറത്തെടുക്കുന്നു. കൂടെ ഒരു ചുറ്റികയും. ആ മെഷീൻ ഉപയോഗിച്ച് സാന്റാക്ലോസിന്റെ ഓരോ ശരീരഭാഗങ്ങളായി ഫ്രീസ് ആക്കുകയാണ്. എന്നിട്ട് ആ ചുറ്റിക ഉപയോഗിച്ച് ഓരോ ഭാഗങ്ങളായി തല്ലി തകർക്കുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുന്നു. പിന്നീട് കാണിക്കുന്നത് സിയാനയുടെ ആൻറ്റിയുടെ വീടാണ്. അവിടെ സിയാനയുടെ ആൻറ്റിയും ഭർത്താവും ഇരുന്ന് സംസാരിക്കുകയാണ്. സിയാനയെ കുറിച്ചാണ് അവരിരുന്ന് സംസാരിക്കുന്നത്. സിയാന ഇന്ന് ക്രിസ്മസിന് അനിയന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ലുലു മാളിലേക്ക് പോകുന്നുണ്ട് എന്ന് ഗ്രേസ് പറയുകയാണ്. അപ്പോൾ ഗ്രേസിന്റെ ഹസ്ബൻഡ് പറയുകയാണ്, അത് അപകടമാണ്, നീ അവളെ പിന്തിരിപ്പിക്കണം എന്ന്. എന്നാൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഗ്രേസ് വിചാരിച്ചിരിക്കുന്നത്. ഈ സമയം സിയാന ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ സീൻ കട്ടായി. പിന്നീട് കാണിക്കുന്നത് മോളിൽ സാന്റാക്ലോസിനൊപ്പം ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന കുട്ടികളെയാണ്. അവിടെ സാന്റാക്ലോസായി വേഷമിട്ടിരുന്ന ആൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. ഇതേ സമയത്താണ് സിയാനയും സാവിയും അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഒരു സമയത്താണ് സിയാനയ്ക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ വരുന്നത്. ഇതേ സമയത്ത് തന്നെ സാന്റാക്ലോസിന്റെ വേഷമിട്ട് ക്ലൗൺ അങ്ങോട്ടേക്ക് വരികയാണ്. സിയാനയെ കാണുന്ന ക്ലൗൺ അവൾക്ക് നേരെ കൈവീശി കാണിക്കുന്നു. എന്നാൽ അവൾ ഇത് തന്റെ രോഗത്തിന്റെ ഭാഗമായി തനിക്ക് തോന്നുന്നതാണ് എന്ന് വിചാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സിയാനയുടെ അനിയനെയാണ്. അവനവിടെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഫ്രണ്ടിന്റെ ലവറായ നിയയുടെ ഒരു പ്രോഗ്രാം അവൻ കാണാൻ ഇടയാകുന്നത്. അതിൽ ക്ലൗണിനെ കുറിച്ചാണ് പറയുന്നത്. ഇതേ സമയത്താണ് സിയാനയുടെ കോൾ അവന് വരുന്നത്. അങ്ങനെ സിയാനയും അനിയനും കൂടി കണ്ടുമുട്ടുകയാണ്. അപ്പോൾ സിയാന അവനോടായി പറയുകയാണ്, നീ ക്രിസ്മസിന്റെ അന്ന് രാത്രി ആന്റിയുടെ വീട്ടിൽ വരണമെന്ന്. അപ്പോൾ അനിയൻ പറയുകയാണ്, ക്യാമ്പസിൽ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അന്ന് എനിക്ക് വരാൻ പറ്റില്ല എന്ന്. ഇതേ സമയത്താണ് അനിയന്റെ ഫ്രണ്ടായ നിക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ നിക്ക് സിയാനയുമായി പരിചയപ്പെടുകയാണ്. ഞാൻ നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് നിക്ക് സിയാനയോട് പറയുകയാണ്. അല്പസമയത്തിന് ശേഷം നിയയും അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് സിയാനയെ കണ്ട് അത്ഭുതപ്പെടുന്നു. നിയ സിയാനയോടായി പറയുകയാണ്, ക്ലൗണിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തിരക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ക്ലൗണിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്? എങ്ങനെയാണ് ഇതെല്ലാം സഹിച്ചത്? എനിക്ക് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ തരുമോ എന്ന് നിയ സിയാനയോട് ചോദിക്കുകയാണ്.
ഇത് കേൾക്കുമ്പോൾ സിയാനയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ ഓർമ്മകൾ ഞങ്ങളെ വേട്ടയാടുകയാണ്. ഇപ്പോൾ ഇത് നിങ്ങളും ഞങ്ങളെ വേട്ടയാടുന്നു. ക്ലൗൺ ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞ് സിയാന അവളോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ സിയാനയുടെ അനിയനാകട്ടെ ചേച്ചി തൻ്റെ ഫ്രണ്ട്സിനോട് ദേഷ്യപ്പെടുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് സിയാനയോട് അനിയൻ ചോദിക്കുകയാണ്. അപ്പോൾ സിയാന അനിയനോട് പറയുകയാണ്, മാളിൽ വെച്ച് ഞാൻ ക്ലൗണിനെ കണ്ടു എന്ന്. അപ്പോൾ സിയാനയുടെ അനിയൻ പറയുകയാണ്, അത് നിന്റെ തോന്നൽ മാത്രമാകും ചേച്ചി എന്ന്. എന്നാൽ സിയാന സാന്റാക്ലോസിന്റെ വേഷത്തിലാണ് താൻ ക്ലൗണിനെ കണ്ടത് എന്ന് പറയുകയാണ്. എന്നാൽ ഇതെല്ലാം തന്നെ ചേച്ചിയുടെ വെറും തോന്നൽ മാത്രമാണ് എന്ന് അനിയൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് അനിയൻ പറയുകയാണ്, നീ ക്ലൗണിന്റെ തലയറുത്ത് അവനെ കൊന്നതാണ്. ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല എന്ന്. എന്നാൽ സിയാന കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ തന്റെ അനിയനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. സൈക്കോ ക്ലൗണിന് മറ്റെന്തോ ശക്തി ലഭിച്ചിട്ടുണ്ട്. വിക്ടോറിയ ഇപ്പോൾ ക്ലൗണിനെ സഹായിക്കാനായി ക്ലൗണിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും കൊല്ലണം. മറ്റെന്തോ പൈശാചിക ശക്തി ക്ലൗണിൽ ഉണ്ട് എന്ന് സിയാന അനിയനോട് തർപ്പിച്ചു പറയുകയാണ്. ക്ലൗണിന്റെ കത്തുകൾ തന്റെ കയ്യിൽ ഉണ്ട് എന്നും അതെല്ലാം വെച്ച് താനൊരു ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും സിയാന അനിയനോട് പറയുകയാണ്. എന്നിട്ട് സിയാന തന്റെ പക്കലുള്ള ആ കത്തുകളിൽ നിന്നും ഒരു കത്തെടുത്ത് അനിയനെ വായിച്ച് കേൾപ്പിക്കുകയാണ്. നീചശക്തികൾ ചിലപ്പോൾ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കും. എന്നാൽ അവർക്കത് ഒറ്റയ്ക്ക് സാധ്യമാകില്ല. അതിന് ഒരു മനുഷ്യ ശരീരം അവർക്ക് ആവശ്യമായി വരും എന്ന് ആ കത്തിൽ പറയുകയാണ്. ശേഷം സിയാന ആ കത്തിന്റെ മറ്റൊരു ഭാഗം വായിക്കുകയാണ്. അങ്ങനെ നീചശക്തികൾ ഭൂമിയിലേക്ക് വരുമ്പോൾ അവ കൂടുതൽ ശക്തരാവാതിരിക്കാൻ ദൈവം ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ടാകും എന്നുകൂടി സിയാന അനിയനോട് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അനിയന് ഒരുപാട് പേടിയാകുന്നു. ചേച്ചിയുടെ സുരക്ഷിതത്വത്തെ പറ്റി അവനാകെ ആശങ്ക തോന്നുകയാണ്. നമ്മുടെ അച്ഛൻ പിശാചുക്കളെ നേരിടാൻ വേണ്ടി ഒരു വാൾ നിർമ്മിച്ചിരുന്നു. അത് ക്ലൗണിനെ നേരിടാൻ തന്നെ ഒരുക്കാൻ വേണ്ടിയായിരുന്നു എന്നും കൂടി സിയാന അനിയനോട് പറയുകയാണ്. ഭൂമിയിലേക്ക് വരാൻ വേണ്ടി ക്ലൗൺ ഉപയോഗിച്ചത് വിക്ടോറിയയുടെ ശരീരമായിരുന്നു. അതുകൊണ്ടാണ് വിക്ടോറിയയെ കാണാതായി പോയത് എന്നുകൂടി അവൾ അവനോട് പറയുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ അച്ഛൻ നിർമ്മിച്ച ആ വാള് വീണ്ടെടുക്കണം എന്ന് അവൾ അവനോട് ആവശ്യപ്പെടുകയാണ്. ഇതേ സമയം മാളിൽ സാന്റാക്ലോസിന്റെ വേഷത്തിലുള്ള ക്ലൗൺ ഒരു കുട്ടിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവൻ ആ കുട്ടിക്ക് ഒരു പാവ സമ്മാനമായി കൊടുക്കുകയാണ്. ഇത് കണ്ടപാടെ എല്ലാ കുട്ടികളും ക്ലൗണിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ക്ലൗൺ തന്റെ അടുത്തേക്ക് വന്ന കുട്ടികൾക്കെല്ലാം സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ഇതേ സമയം മാളിലെ ഒരു ജീവനക്കാരൻ ഇത് തങ്ങൾ നിയോഗിച്ച സാന്റാക്ലോസ് അല്ല എന്ന് തിരിച്ചറിയുകയാണ്. അങ്ങനെ സൈക്കോ ക്ലൗണിനെ പിടികൂടാനായി ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ക്ലൗണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ക്ലൗണിനെ പിടിച്ച് പുറത്താക്കാൻ നിൽക്കുന്ന സമയത്താണ് ഒരു കുട്ടി ക്ലൗൺ കൊടുത്ത ഗിഫ്റ്റ് ബോക്സ് തുറക്കുന്നത്. അത് തുറന്നപാടെ ആ ബോക്സ് പൊട്ടിത്തെറിക്കുകയാണ്. ആ പൊട്ടിത്തെറിയിൽ ഒരുപാട് കുട്ടികൾ മരിക്കുന്നു. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തിയ സിയാനയുടെ അനിയനെയാണ്. അവനാകെ ഭീതിയോടുകൂടിയാണ് ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ അവൻ അവന്റെ ഗുളികകളെല്ലാം എടുത്ത് കഴിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കുന്നു. ശേഷം വൈകാതെ തന്നെ അവൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. ഉടനെ തന്നെ അവൻ ഉറങ്ങിപ്പോവുകയാണ്. ഇതേ സമയം സിയാന അച്ഛൻ നിർമ്മിച്ച വാളുമായി ആന്റിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഗിഫ്റ്റ് ബോക്സിൽ പൊതിഞ്ഞ ആ വാൾ അവൾ ആന്റിയുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ സാവി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സാവി ചോദിക്കുകയാണ്, എന്താണ് ആ ബോക്സിനുള്ളിലെന്ന്. അപ്പോൾ സിയാന പറയുകയാണ്, നീ അത് അറിയണ്ട എന്ന്. ഈ സമയത്ത് സിയാനയുടെ കയ്യിൽ മൊത്തം ചളിയായിരുന്നു. എങ്ങനെയാണ് കയ്യിൽ ചളി വന്നത് എന്ന് സാവി സിയാനയോട് ചോദിക്കുകയാണ്. അപ്പോൾ സിയാന പറയുകയാണ്, അത് താൻ തെന്നി വീഴാൻ പോയപ്പോൾ ആയതാണ് എന്ന്. എന്നിട്ട് സിയാന പോയി കൈ കഴുകുകയാണ്. ഇതേ സമയം സൈക്കോ ക്ലൗൺ സിയാനയുടെ അനിയൻ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഈ സമയം ആന്റിയുടെ വീട്ടിലാണെങ്കിൽ ആന്റി സിയാനയോട് ചോദിക്കുകയാണ്, അനിയൻ എപ്പോഴാണ് വരുന്നത് എന്ന്. അപ്പോൾ സിയാന പറയുകയാണ്, അവനൊരു ക്യാമ്പസ് പാർട്ടി ഉണ്ട് എന്ന്, അതുകൊണ്ട് അവൻ വരില്ല എന്ന്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൻ ഈ ക്യാമ്പസ് പാർട്ടിയിലെല്ലാം പങ്കെടുക്കുന്നത് ആശ്ചര്യമായിരിക്കുന്നു എന്ന് ആന്റി അവളോട് പറയുകയാണ്. ആന്റി സിയാനയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അത് സിയാനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് സാവി വിളിച്ചു പറയുകയാണ്. അപ്പോൾ സിയാന ചോദിക്കുകയാണ്, എനിക്കിത് ഇഷ്ടമല്ല എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പിന്നെ നീ എങ്ങനെ അത് മനസ്സിലാക്കിയെന്ന്. അങ്ങനെ സാവി തന്റെ ഡയറി വായിച്ചു എന്ന് സിയാനയ്ക്ക് മനസ്സിലാവുകയാണ്. ഉടനെ തന്നെ സാവി സോറി പറഞ്ഞുകൊണ്ട് ഡയറി ഞാൻ മൊത്തം വായിച്ചു എന്ന് സമ്മതിക്കുകയാണ്. സിയാനയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് താൻ ആ ഡയറി വായിച്ചത് എന്ന് സാവി സിയാനോട് പറയുകയാണ്. അപ്പോൾ സിയാന ഡയറിയിൽ വായിച്ച കാര്യങ്ങൾ മറ്റാരോടും പറയരുത് എന്ന് സാവിയോട് പറയുകയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് സിയാനയുടെ അനിയന്റെ ഹോസ്റ്റലിലേക്ക് ക്ലൗൺ പ്രവേശിക്കുന്നത്. ഇതേ സമയം ഹോസ്റ്റലിൽ നിയ ഉണ്ടായിരുന്നു. ക്ലൗണിനെ കുറിച്ച് കൂടുതൽ അറിയാനായി സിയാനയുടെ അനിയനോട് സംസാരിക്കാനായി എത്തിയതാണ് നിയ അങ്ങോട്ടേക്ക്. അങ്ങനെ നിയ നിക്കിനോട് പറയുകയാണ്, ക്ലൗണിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എനിക്ക് സിയാനയുടെ അനിയനോട് സംസാരിക്കണമെന്ന്.
എന്നാൽ ഇത് മറഞ്ഞു നിൽക്കുന്ന ക്ലൗൺ കേൾക്കുകയാണ്. ഇതേ സമയം സിയാന സാവിയോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ടിവിയിൽ ഒരു ന്യൂസ് പോകുന്നത്. മോളിലുണ്ടായ ആ സ്ഫോടനത്തെ പറ്റിയായിരുന്നു ന്യൂസ്. കണ്ടു നിന്നവർ എല്ലാവരും പറയുന്നത് സാന്റാക്ലോസിന്റെ വേഷധാരിയായ ഒരാളാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ്. ഇത് കേട്ടപാടെ സിയാന ആകെ ഡൗൺ ആവുകയാണ്. പേടിച്ചു പോയ സിയാന അങ്കിളിനോട് പറയുകയാണ്, ഉടനെ തന്നെ അനിയനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഞാൻ മോളിൽ വെച്ച് സാന്റാക്ലോസിന്റെ വേഷത്തിൽ ക്ലൗണിനെ കണ്ടിരുന്നു എന്ന്. അങ്ങനെ അങ്കിൾ വേഗം സിയാനയുടെ അനിയനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഉടനെ തന്നെ വീട്ടിലേക്ക് വരാൻ സിയാനയും അനിയനോട് പറയുന്നു. എന്നിട്ട് അങ്കിൾ അനിയനെ കൂട്ടിക്കൊണ്ടുവരാനായി പോവുകയാണ്. ഇതേ സമയത്ത് ഹോസ്റ്റലിലാണെങ്കിൽ നിക്കും നിയയും കൂടെ ഹോസ്റ്റലിലെ വാഷ്റൂമിൽ വെച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയം അങ്ങോട്ടേക്ക് ക്ലൗണും എത്തുകയാണ്. എന്നിട്ട് താൻ കൊണ്ടുവന്ന മരം മുറിക്കുന്ന യന്ത്രം കൊണ്ട് ആദ്യം നിയയെയും പിന്നെ നിക്കിനെയും കൊലപ്പെടുത്തുകയാണ്. ശേഷം അവരുടെ രക്തത്തിൽ കുറച്ചു നേരം കിടന്ന് കളിച്ചതിന് ശേഷം ക്ലൗൺ അവിടെ നിന്നും എണീറ്റ് പോവുകയാണ്. ഇതേ സമയം ഉറങ്ങുകയായിരുന്നു സിയാന. തന്റെ അച്ഛനെ സ്വപ്നം കാണുകയാണ്. തന്റെ ചെറുപ്പത്തിൽ അച്ഛൻ ഒരു ഏഞ്ചലിന്റെ വേഷത്തിൽ തന്നെ വരച്ച് അത് തനിക്ക് സമ്മാനമായി തരുന്നതാണ് അവൾ സ്വപ്നം കണ്ടത്. ഈ ഒരു സ്വപ്നം കണ്ടതും സിയാന വേഗം എഴുന്നേൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ സൈക്കോ ക്ലൗണും വിക്ടോറിയയും ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിരുന്നു. എന്നിട്ട് സൈക്കോ ക്ലൗൺ സിയാനയുടെ അമ്മായിയായ ഗ്രേസിന്റെ ശബ്ദത്തിൽ സിയാനയെ പറ്റി കുറ്റം പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് സിയാന അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. ആന്റി എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത്, എന്താണ് അതിന് മാത്രം ഇപ്പോൾ ഉണ്ടായത് എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചുകൊണ്ടാണ് അവൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. താഴേക്ക് ഇറങ്ങി വന്ന സിയാന കാണുന്നത് വിക്ടോറിയ ആയിരുന്നു. വിക്ടോറിയയെ കണ്ടതും അവൾ ഞെട്ടിപ്പോവുകയാണ്. ഇതേ സമയം സൈക്കോ ക്ലൗൺ ആണെങ്കിൽ തല വെട്ടിയെടുത്ത രീതിയിലുള്ള സിയാനയുടെ അങ്കിളുടെ ശരീരഭാഗങ്ങൾ ഭിത്തിയിൽ ആണിയടിച്ച് തൂക്കുകയായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് സിയാന പണ്ടാറടങ്ങി പോവുകയാണ്. ഉടനെ തന്നെ സൈക്കോ ക്ലൗണും വിക്ടോറിയയും കൂടി സിയാനയെ അടിച്ച് നിലംപരിച്ചാക്കുന്നു. എന്നിട്ട് അവളെ കസാരയിൽ കെട്ടിവെക്കുകയാണ്. അവളുടെ എതിർവശത്തായി അവളുടെ ആന്റിയെയും കസാരയിൽ കെട്ടിവെച്ചിരുന്നു. അവളുടെ അങ്കിളുടെ തല അവിടെ ഇരിക്കുന്ന ക്രിസ്മസ് ട്രീയിൽ അവർ കുത്തിവെച്ചിരുന്നു. അങ്കിളുടെ കുടൽമാലകൾ കൊണ്ടാണ് സൈക്കോ ക്ലൗൺ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിരുന്നത്. സിയാനയുടെയും ആന്റി ഗ്രേസിന്റെയും നടുവിലായി അവർ എന്തോ ഒന്ന് പൊതിഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് ആ പൊതി അവർ തുറക്കുകയാണ്. അതിൽ എലികൾ തിന്നു തീർത്ത ഒരു തലയോട്ടിയായിരുന്നു. അത് സാവിയുടെ തലയോട്ടിയ ആണ് എന്ന് സിയാനോട് അവർ പറയുകയാണ്. അതിനുശേഷം ആന്റിയുടെ വായിലേക്ക് ഒരു പൈപ്പ് കുത്തി കയറ്റുകയാണ്. എന്നിട്ട് അതിലൂടെ കുറെ എലികളെ കടത്തിവിടുന്നു. ശേഷം ആന്റിയുടെ കഴുത്ത് മുറിച്ച് ആന്റിയെ അവിടെ വെച്ച് കൊന്നു കളയുകയാണ് അവർ. ശേഷം വിക്ടോറിയ സിയാനയെ കളിയാക്കുകയാണ്. എന്നിട്ട് അവളുടെ തലയിലേക്ക് ഒരു മുൾക്കിരീടം വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവർ ആ തലയൊട്ടി സാവിയുടെ അല്ല, അത് നിന്റെ അനിയന്റെ ആണ് എന്ന് പറയുകയാണ്. എന്നിട്ട് വിക്ടോറിയ സിയാനയെ കൊലപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. അപ്പോൾ സാവി വിക്ടോറിയയോടായി പറയുകയാണ്, ഈ വീട്ടിൽ ഇനിയും തുറക്കാത്ത ഒരു ഗിഫ്റ്റ് ബോക്സ് കൂടി ഉണ്ട് എന്ന്. എന്നിട്ട് സാവിയുടെയും വിക്ടോറിയയുടെയും അവസാന ആഗ്രഹം എന്ന് കരുതി സിയാനയോട് ആ പൊതി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അവർ. അതിനുവേണ്ടി സിയാനയെ അവർ അതിക്രൂരമായി തന്നെ ഉപദ്രവിച്ചു. എന്നിട്ട് അവളുടെ കയ്യിലെ കെട്ടുകൾ അയക്കുകയാണ്. എന്നാൽ അത് വാളാണെന്ന് ആ മണ്ടന്മാർക്ക് അറിയില്ലായിരുന്നു. ഉടനെ തന്നെ സിയാന ആ ഗിഫ്റ്റ് ബോക്സ് തുറന്ന് തന്റെ അച്ഛന്റെ വാൾ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ക്ലൗണിന്റെ കഴുത്തിന് തന്നെ വെട്ടുകയാണ്. അടുത്ത് നിൽക്കുന്ന വിക്ടോറിയയുടെ നെഞ്ചിലേക്ക് ആ കത്തി എറിയുന്നു. എന്നിട്ട് വിക്ടോറിയയുടെ നെഞ്ചിൽ കുത്തിയ ആ കത്തി അവൾ എടുക്കുകയാണ്. എന്നിട്ട് വിക്ടോറിയയുടെ തല തന്നെ വെട്ടിക്കളയുകയാണ്. അപ്പോൾ സൈക്കോ ക്ലൗൺ മരം മുറിക്കുന്ന യന്ത്രം കൊണ്ട് സിയാനയെ ആക്രമിക്കുകയാണ്. ഏറെ നേരത്തെ ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിൽ സിയാന തന്റെ കത്തി ഉപയോഗിച്ച് ക്ലൗണിനെ കുത്തി വീഴ്ത്തുകയാണ്. ഇതേ സമയം വിക്ടോറിയയുടെ രക്തത്തിന് തീ പിടിച്ച് നരകത്തിലേക്കായി ഒരു കവാടം തുറക്കപ്പെടുകയാണ്. ഈ സമയത്ത് സാവി താഴേക്ക് പോവുകയാണ്. എന്നാൽ അവൾക്ക് അരികിലായി ഒരു പിടുത്തം കിട്ടുന്നു. ഉടനെ തന്നെ സിയാന ക്ലൗണിനെ അവിടെ ഇട്ട് സാവിയെ രക്ഷിക്കാൻ വേണ്ടി ഓടി വരികയാണ്. സാവിക്ക് രക്ഷപ്പെടാനായി സിയാന തന്റെ വാള് നീട്ടി കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ സാവി ആ വാളിനുമൊപ്പം താഴേക്ക് പതിക്കുന്നു. ഇതേ സമയം സൈക്കോ ക്ലൗൺ കിട്ടിയ തക്കത്തിന് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ഇത് കാണുന്ന സിയാന സൈക്കോ ക്ലൗണിനെ താൻ കണ്ടെത്തുമെന്നും സാവിയെ താൻ രക്ഷിക്കുമെന്നും ശബ്ദം ചെയ്യുകയാണ്. ഈ ഒരു സമയം സിയാനയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളല്ല തനിയെ കരിഞ്ഞുണങ്ങുകയാണ്, ഒരു പാടുപോലും ഇല്ലാതെ. പിന്നീട് കാണിക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ക്ലൗണിനെയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ബസ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ബസ്സിലെ യാത്രക്കാരി ഒരു ഹൊറർ സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ആ ബസ്സിന്റെ ഡ്രൈവർ അവളുമായി സംസാരിക്കുകയാണ്. അങ്ങനെ വളരെയധികം ക്ഷീണത്തോടെ ആ ബസ്സിലേക്ക് ക്ലൗൺ കടന്നു വരികയാണ്. അങ്ങനെ പുതിയ ഇരകളെ കിട്ടിയ സന്തോഷത്തിൽ ക്രൂരമായ നോട്ടത്തോടെ ഇരിക്കുന്ന ക്ലൗണിനെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോയ്ക്ക് കമന്റും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.